കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയൊരു ടോയ്ലറ്റ് കോംപ്ലക്സ് തകർന്നു വീണ് ഒരു ജീവൻ നഷ്ടമായി. പത്രങ്ങളിലും വാർത്താ ചാനലുകളിലൊക്കെ ചർച്ചയാണ്. ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നത് ഒരു സൂപ്രണ്ടിനെ, പിന്നെ ആരോഗ്യമന്ത്രിനെ. ആ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ട് പറയുവാണ്, ഞങ്ങളുടെയൊക്കെ റോൾ മോഡലായ ടി.കെ. ജയകുമാർ സാറാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. അന്ന് HOD ടി.കെ. ജയകുമാർ സാറാണ്. ഇന്നും അദ്ദേഹം സൂപ്രണ്ടാന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആളല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സർജറി എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയായിരിക്കും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 2008 ഞങ്ങളൊരു മെഡിക്കൽ എക്സിബിഷൻ നടത്തിയപ്പോഴത്തേക്കും അതിൻ്റെ ജനറൽ കൺവീനറായിട്ട് വെച്ചത് ടി.കെ. ജയകുമാർ സാറിനെയാണ്. അന്ന് അദ്ദേഹത്തെ കാണണമെങ്കിൽ 12:30 മണിക്കാണ് രാത്രിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. കാരണം അത്രയും നേരം അദ്ദേഹം തിയേറ്ററിലും പേഷ്യൻറ്റ് സ്റ്റെബിലൈസ് ചെയ്യലും ഒക്കെ ആയിരിക്കും. 12:30 മണിക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ടി.കെ. ജയകുമാർ സാറിനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന, ആത്മാർത്ഥതയുള്ള, സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറെ ക്രൂശിച്ചുകൊണ്ട് എന്ത് നേട്ടം കേരളത്തിനുണ്ടാവും? ഇത്ര ആത്മാർത്ഥമായിട്ട് ഇപ്പം ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായിട്ട് നിലനിൽക്കുന്ന ജേർണലിസ്റ്റുകളുണ്ടല്ലോ, മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് തകർന്നു വേണമെങ്കിൽ ഇത്രയും പഴക്കമുള്ള ഒരു കെട്ടിടം മാത്രമാണോ കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള? ഒരു മെഡിസിൻ വാർഡിൽ അഡ്മിഷൻ നടക്കുമ്പോഴത്തേക്കും ബെഡ് കിട്ടാത്ത എത്ര രോഗികളുണ്ട്? ഈ 2 ബെഡിന്റെ ഇടയിലുള്ള സ്ഥലത്ത് പേഷ്യന്റ് കിടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത്രയും ശോചനാവസ്ഥ നമ്മുടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അല്ലാണ്ട് ഇങ്ങനെ പരസ്പരം പഴി ചാർത്തിയിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾ ഒരാളെ ക്രൂശിച്ചാൽ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ഇത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത ഒരു ഡോക്ടറെ ഇവിടെ നഷ്ടപ്പെടും. ഈ ചർച്ച 1-2 ദിവസം സെൻസേഷൻ നിൽക്കുമ്പോൾ അതങ്ങ് തീരും. അടുത്ത വിഷയത്തിന്റെ പുറകെ നിങ്ങൾ പോകും. ഇന്ന് നഷ്ടം വരുന്നത് ഈ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് ഇത്രയും നാളും കൂടെ നിന്ന് ആ ഡോക്ടർക്ക് ഇത്രയും പഴി കേൾക്കേണ്ടി വന്നു എന്നുള്ളൊരു നഷ്ടമുണ്ട്. പിന്നെ ആ ജീവൻ നഷ്ടപ്പെട്ട ആ വീട്ടുകാർക്ക് നഷ്ടം വരും. വേറൊന്നും ആർക്കും നഷ്ടപ്പെടുന്നുമില്ല. ഇതുകൊണ്ട് ഒരു നേട്ടവും കേരളത്തിൽ ഉണ്ടാവുന്നില്ല. ഈ ചർച്ച കൊണ്ട് ഇതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇന്ന് കേരളത്തിൽ വിഴുങ്ങുന്ന ജീവിതശൈലി രോഗങ്ങളുണ്ട്. ഡയബറ്റിസ് ഇങ്ങനെ പകർന്നു പിടിക്കുകയാണ്. 20 വയസ്സിലൊക്കെ ടൈപ്പ് 2 ഡയബറ്റിസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എത്ര പത്രപ്രവർത്തകർ തയ്യാറായിട്ടുണ്ട്? ഇതിനുവേണ്ടി നമുക്ക് കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെ ഡയബറ്റിക് പേഷ്യൻസ് കൂടി ഡയാലിസിസ് യൂണിറ്റുകൾ കേരളത്തിൽ കൂടുന്നുണ്ട്. എന്തുകൊണ്ട് ഡയാലിസിസ് യൂണിറ്റുകൾ കൂടി? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് സരിത വരുമ്പോൾ സരിതയുടെ പുറകെ പോകാം, നിങ്ങൾക്ക് സ്വപ്ന വരുമ്പോൾ സ്വപ്നയുടെ പുറകെ പോകാം. ഇന്ന് ഈ കെട്ടിടം തകർന്നു വീണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ സെൻസേഷനാണ് നിങ്ങൾക്ക്, അല്ലാതെ വേറെ ഒന്നുമല്ല. ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഡോക്ടേഴ്സും പൊതുജനങ്ങളും പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രസിയും ജേർണലിസ്റ്റുകളും എല്ലാം ഒരുമിച്ച് മുമ്പോട്ട് പോയി ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി പാവപ്പെട്ടവർക്ക് തുണയാവുന്ന ഇതുപോലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ സംരക്ഷിക്കാനും അതെന്നും ഈ നാട്ടിൽ തലയുയർത്തി നിൽക്കാനും നമുക്ക് പോരാടേണ്ടതുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും പരസ്പരം പഴി വരുത്തിച്ച് ഇതുപോലെ കുറ്റപ്പെടുത്തി തീർക്കാൻ വേണ്ടിയുള്ള ചർച്ചകളല്ല സംഘടിപ്പിക്കേണ്ടത്. നന്ദി.